ഞാൻ ഇറങ്ങട്ടെ. ഹേ ഗായ്സ്, ഇത്തവണ ഇടുക്കി വിട്ടൊരു കളിയില്ല. ഇടുക്കി കോട്ടയം ബോർഡർ ഉറുമ്പിക്കര. മോസ്റ്റ് എല്ലാ ഓഫ് റോഡേഴ്സിനും അറിയാവുന്ന ഒരു സ്പോട്ടാണ് ഉറുമ്പിക്കര. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അതിന് വിഷ്വൽസ് ഇവിടെ ആഡ് ചെയ്യാം. എന്താ അവന്റെ ഒരു കണ്ടീഷൻ? പോണ പോക്ക് കണ്ടില്ലേ, ശരം വിട്ട മാതിരി. എന്തൊരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടില്ല. കേട്ടോ? ഈ കാണുന്ന ഡോക്ടർ യൂസ്ഡ് MM540 ടെസ്റ്റ് ഡ്രൈവിന് വന്നാട്ടോ. ഓഫ് റോഡുകളുടെ ബേസ് മോഡായ ഉറുമ്പിക്കരയ്ക്ക് വന്നത്. നേരത്തെ ഉറുമ്പിക്കര ഭയങ്കര ടഫ് ആയിട്ടുള്ള ടെറൈൻ ആയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോ ഭയങ്കര ലൈറ്റ് മോഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ കിട്ടുന്നതിനേക്കാളും കൂടുതൽ മഴ കിട്ടി തുടങ്ങിയപ്പോൾ ഭൂമിയുടെ ടോപ്പ് ലെയറിൽ തന്നെ മാറ്റമാണ് കാരണം. പെരുമ്പാവൂരിൽ നിന്നുള്ള ഒരു പറ്റം ഓഫ് റോഡേഴ്സ് ഒന്നിച്ചപ്പോൾ ഒരു ഞായറാഴ്ച നേരം പുലർന്ന് ഞങ്ങൾ എത്തിയത് നേരെ ഉറുമ്പിക്കരയ്ക്കാണ്. ഭൂമിയുടെ പ്രതലം മാത്രമല്ല, അന്തരീക്ഷത്തിലെ പ്രതലവും മാറിപ്പോയി. ഡിസംബർ ആയിട്ട് കൂടി തണുപ്പിന്റെ ഒരു അംശം പോലും ഇവിടെ കാണാനില്ല. വെയിലേക്കുന്നുണ്ട്, പക്ഷെ വേർക്കുന്നില്ലെന്നേ മാത്രമേ ഉള്ളൂ. തിരശീലയിൽ നിറഞ്ഞാടുന്ന സിനിമ പോലെയാണ്
അടയാ വായിലേക്ക് വെച്ച് ഒറ്റടി അല്ല വേണ്ട, നീ ഒരു പാട്ട് വെച്ച്. ചെറുപടിക്ക് ഇറങ്ങിയതാ. സുഖിയൻ പഴംപൊരി വട. ഉറുമ്പിക്കരയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. നടന്നല്ല, വണ്ടിയിലാണ്. കയറിപ്പോരും. അത് മറ്റേ കല്ല് വീണിട്ടുണ്ടല്ലോ. വലിയ കുഴപ്പമില്ല തോന്നുന്നു. ഓൾറെഡി വീൽപ്പാടുണ്ട്. വക്രമയിലേ എന്തായാലും കല്ലാണ്. അമ്പലത്തിന്റെ അവിടെ ശ്രീജിത്ത് പാടി ആദ്യമായിട്ട് ഞങ്ങൾ വരാണ്. ഇവിടെയൊക്കെ എന്തോരം പാട് വിട്ടാൽ പിന്നെ കയറി പോയെന്ന് പറയാമോ?
ഞങ്ങളുടെ മുന്നിൽ ഒരു പജേറോ കയറി പോയെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പുറകിൽ ഞങ്ങളും പോയതാണ്. ഒരുപാട് പാട് കിട്ടി ഞങ്ങൾ കയറി അന്ന് പോയി. അന്നൊക്കെ ഭയങ്കര ടാസ്ക്കാണ്, ഇന്നൊക്കെ സിമ്പിൾ. ടാസ്ക് ഉണ്ട്, വീഡിയോ ഇവിടെ കുറച്ച് ടാസ്ക് ഉണ്ട്. പാറക്കല്ലുകളാണ്, പാറക്കെട്ടുകളും ഇതും സിമ്പിളായിട്ട് കയറി പോരും. ഇതിൻ്റെ മാലക്കണ്ട് സ്പോട്ടാട്ടോ, ഒരു രക്ഷയില്ല. കാട്ടീന്ന് കഞ്ചാവ് കുറച്ചു. കല്ലും മണ്ണും നിറഞ്ഞ പാതയിലൂടെ കയറി കയറി മന്ദം കയറി വരും. പിരിയാസും പിള്ളേരും. ഈ വണ്ടീനെ ഞങ്ങൾ എപ്പോഴും ആംബുലൻസ് ആയിട്ടാണ് കണക്കാക്കണം. ഈ വണ്ടീനെ ഞങ്ങൾ ആംബുലൻസ് ആയിട്ട് എപ്പോഴും കണക്കാക്കണം. വണ്ടിയുടെ സൈറനും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എമർജൻസി കേസ്, അതായത് ചിഹ്നത്തെ വിളിക്കുമ്പോൾ തന്നെ സൈറനെ കിട്ടി പറന്നു പോകാനും വേണ്ടിയായിട്ടാണ് ഇതാണ്. VP സാറിന് കളി കിട്ടിയെന്നാണ് പറയണേ. അവിടെ വണ്ടി ചെറുതായിട്ട് പെട്ടു തോന്നുന്നു ഗൈസ്. നമ്മൾ ആദ്യമായിട്ട് തന്നെ സായിക്കാണ്. സായിക്ക് എങ്ങനെയുണ്ട് ഓഫ് റോഡ്? എങ്ങനെയുണ്ട് ഓഫ് റോഡ്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സായിക്ക് പജേറോ എടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തന്നെ ഞാൻ തന്നെ വ്ലോഗ് ചെയ്യണേ. പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർ, ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ അജ്സീർ കയറിയുണ്ട്. അജ്സീർ അവൻ ഏതെങ്കിലും മൂലിക്കേ പോയിരിക്കുള്ളൂ. ആ കയറുക. ഇതപ്പൊ കയറി ആംബുലൻസിന്റെ സൗണ്ട് ഇട്ടാണ് അത് കയറി വന്നിട്ടുണ്ട് ഗായ്സ്. നമുക്ക് എങ്ങനെയൊന്നും കേട്ടോ. എമർജൻസി നമ്മുടെ നിയാസ്കാടെ വണ്ടി കയറി തന്നെ. മന്ദം നിയാസ്ക നടന്നു വന്നു.
സായിക്കേച്ചിമാരെ മന്ദം മന്ദം നടന്നു വരുന്ന നടന്ന് കയറി വരുന്ന മന്ദാകിനി. അവിടെ ഇച്ചിരി കളിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല, വണ്ടി പോലും അറിഞ്ഞില്ല, വണ്ടി ഇതാ കയറി വരുന്നു. ഇത് നമ്മുടെ താടിപ്പാപ്പായാണ് വണ്ടി ഓടിക്കണേ. നമ്മുടെ ഷെനീജ്, പെരുമ്പാവൂരിലെ ഷെനീജ്, റോഡ് നിറഞ്ഞു വന്നൊരു വണ്ടി ആദ്യമായിട്ട് തന്നെയാ. കാര്യം ആദ്യമായിട്ട് ഓഫ് റോഡ് ഓടിക്കണമെങ്കിലും അതിൻ്റെതായിട്ടുള്ള യാതൊരു വിധ ഇതുമില്ല. അപ്പോൾ പോയതിനെ ഫ്രണ്ടർ കയറുക, ആ വണ്ടി മറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ടാസ്ക് അവിടെ ഉള്ള വെച്ച് എന്താ പറയാൻ പാടില്ല. മന്ദം മന്ദം ഷെനീജും പാർട്ണറുണ്ട്, രണ്ടുപേരും വണ്ടിയാണ്. കണ്ടാ ബാക്കിൽ സേഫ് PTC കയറി പോയി പെട്ടും. തുമ്പി തുമ്പിപ്പെണ്ണും പിള്ളേരും. വാല് മായനെ കാണാനില്ല, തുമ്പിപ്പെണ്ണ് കയറിയുണ്ട്. മായന അവിടെയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട് കായ്. ആ ഇക്കാടെ ബാക്കിലേക്ക് ഉണ്ട് മായൻ. തുമ്പിപ്പെണ്ണും വണ്ടിയും കയറിയുണ്ട്. ഈ ടെറൈനിൽ ആകെ ബൊലേറോക്ക് മാത്രം ഇച്ചിരി സീനുള്ളൂ പോലും, ബാക്കി ഒന്നും അറിഞ്ഞിട്ടില്ല, വണ്ടി അറിഞ്ഞല്ല. തുമ്പിപ്പെണ്ണ പുള്ളി ഗൗരവത്തിലാ, ചോറിനുള്ള അമയില്ല. നമ്മുടെ ആദ്യമായിട്ട് തന്നെയാ നമ്മുടെ കൂടെ DA86. അത് empty ടയറില്ലാത്തതിന് ചെറിയൊരു കുറവുണ്ട്. പിന്നെ ഷാക്കിളൊന്നും കയറ്റി പൊക്കിയിട്ടില്ല വണ്ടി. വണ്ടിയെല്ലാം പടക്കം വണ്ടിയാട്ടാ. ബാക്ക് എടുക്കാൻ പറ, ബാക്ക് എടുക്കാൻ പറ. ബാക്ക് എടുക്ക് ഇച്ചിരി ബാക്ക് എടുത്തിട്ടേ നടന്നങ്ങോട്ട് കയറുക. ബാക്ക് എടുത്തിട്ടേ എടുത്ത ബാക്ക് എടുത്താ. എടാ ഇച്ചിരി കൂടി ബാക്ക് എടുക്കാൻ പറ. അത് ഷാക്കിലിട്ട് പൊക്കാതെ പറഞ്ഞാൽ നല്ല ഉണ്ട്. കണ്ട ഹൗസിംഗ് ഇരിക്കണോ. നല്ല കണ്ടീഷൻ. ഈ ഗോപി എവിടെ പോയി കിടക്കുന്നു? ഡ്രൈവറെ വിളിച്ചോണ്ടിരാന്ന് പറഞ്ഞിട്ട് എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ടട്ടാ. ആള് ഒരു മര്യാദയല്ലേ ഗോപി? ഇത്ര നേരം നീ എവിടെ ആയിരുന്നു? ഇപ്പോഴാ കിട്ടിയത്. ഈ നാട്ടില് കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും. പക്ഷേ ഞമ്മള് ആ വകുപ്പല്ല, നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടൊക്കെ വരും. അല്ല മൂപ്പരിത്തിരി പ്രായം ചെന്ന ആളാണല്ലോ. ഡോക്ടർ റമീസ്. അതിനുള്ള എന്തെങ്കിലും ഉണ്ടോ? റമീസ് എന്താ ഇതാ ഇവിടെയാ? അന്ന് ഞാൻ തോറ്റു. എല്ലാരും പൊക്കി വെച്ച് നോക്കണ്ടല്ലോ, ഇവിടെ അല്ല കംപ്ലൈന്റ്, അടിയിലാണ്. മെതിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഇപ്പൊ ശരിയായി തരാം. ആ വീടിന് കൈ അങ്ങോട്ട് മാറി നിൽക്കണോ? സ്റ്റാർട്ടായി പോയല്ലോ, പറഞ്ഞ മനസ്സിലാവൂലേ? എന്താണ് ശരിയാവും. നിനക്ക് വല്ലതും പറ്റിയ ഒന്ന് പോറി. മെതിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. ഇപ്പൊ ശരിയായി തരാം. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. ഓഹോ ഇതാണോ കാര്യം? അയ്യോ അല്ല ഒന്നുമില്ല, ഇതിന്റെ ഗിയർ ബോക്സ് ഒന്ന് അഴിക്കണം. അയ്യോ ഗിയർ ബോക്സ് ഒക്കെ അഴിച്ച ഒരുപാട് ലേറ്റ് ആവില്ലേ? എന്ന് വെച്ചാൽ ഈ കേടായ സാധനങ്ങൾ തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുവോ? വണ്ടിയുടെ സെനീക്കാടെ വണ്ടിയുടെ ക്ലച്ച് പോയി. ഓരോ തവണയും ഓരോ ടാസ്ക്. എന്റെ ടാസ്ക് ആണെങ്കിൽ ഇത്രയും പേരുണ്ട്, വണ്ടി നിന്ന് പെരുമാറത്തില്ല. ടൈറ്റ് ആക്കിയിട്ട് ഒരുമിച്ച് പിടിച്ചാ
ഒരു വണ്ടിയിട്ട് വലിച്ചിട്ട് റെഡി ആവണല്ലോ. PTC വണ്ടി റിയാസിന് വേണ്ടി ഒരുമിച്ചിട്ട് പോയി. വണ്ടി ഡബിൾ ടോയ് കേട്ടോ, ഡബിൾ ടോയ്. റിയാസിന്റെ വണ്ടിയും PTC വണ്ടിയും കൂട്ടി ഡബിൾ ടോയ് ചെയ്യാം. MM540 ക്ലച്ച് പോയി. MM540 ക്ലച്ച് പോയിട്ട് പണി കിട്ടി. എന്നാലും നമ്മൾ വിടില്ല, വലിച്ചു കയറ്റി പെരുമ്പാരെത്തി വണ്ടി. എല്ലാവരും സഹകരണം വേണം. ഇവിടെ തിരിക്കണം. അവിടെ തിരിയണ